ഒന്നും എത്തുന്ന സ്ഥിതിയല്ല. അബ്ജു സൂചിപ്പിച്ചതുപോലെ തന്നെ നാടിടക്കിയുള്ള പ്രചാരണമായിരുന്നു. എവിടെ പോയി ആൾക്കൂട്ടമൊക്കെ? എന്താണ് ഈ ട്രെൻഡ് സൂചിപ്പിക്കുന്നത്? അതായത് 8% കുറവ് കൊണ്ട് എന്ത് മനസ്സിലാക്കാം സന്ദീപ്? കുറഞ്ഞത് 8%. 8% കുറവെന്ന് പറയുമ്പോൾ ഏറെക്കുറെ ഒരു 75,000-80,000 വോട്ടെങ്കിലും. ആകെ 14.25 ലക്ഷം വോട്ടർമാരാണ് ഉള്ളത്. 10% വരെ കുറവ് നേരത്തെ ബിപിൻ പറഞ്ഞതുപോലെ പലയിടത്തുണ്ട്. ഏതായാലും ഏറ്റവും പ്രധാനം പ്രിയങ്ക ഗാന്ധിയുടെ കന്നി തെരഞ്ഞെടുപ്പ്. പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം 5 ലക്ഷം കടക്കും, 6 ലക്ഷം കടക്കും, ചില ഘട്ടങ്ങളിൽ 7 ലക്ഷം വരെയാകുമെന്ന് പറയുന്നു. പ്രിയങ്കയെ കാണാൻ വലിയ തോതിൽ ആൾക്കൂട്ടം എത്തുന്നു. അടിച്ചേൽപ്പിച്ച തെരഞ്ഞെടുപ്പാണ്, അനാവശ്യ തെരഞ്ഞെടുപ്പാണ്, ജനം വിധിയെഴുതുന്ന LDFും BJPയും ക്യാമ്പയിൻ നടന്നു. ഇതൊക്കെയാണെങ്കിലും ഈ ആവേശമൊന്നും ബൂത്തിലെത്തിയില്ല എന്നുള്ളതാണ് വാസ്തവം. എനിക്ക് പിന്നിൽ കാണുന്നതും ബൂത്തുകളാണ്. ഇപ്പോഴത്തെ കാഴ്ചയല്ല അബ്ജോദ്, രജനി, ഇത് രാവിലെ മുതൽ തന്നെ ഇതാണ് കാഴ്ച. അല്പം മുൻപ് ചേലക്കരയിലൊക്കെ ഈ ടോക്കൺ കൊടുത്ത് ആളുകളെ നിർത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഘട്ടത്തിൽ നമ്മളിവിടെ ശ്രദ്ധിക്കുകയായിരുന്നു. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിലും കോഴിക്കോടും ഒക്കെ രാത്രി വരെ, വടകരയിലാണെങ്കിൽ ഞാൻ രാത്രി വരെ നമ്മളൊക്കെ നിന്ന അനുഭവമുണ്ട്. പക്ഷേ ഇവിടെ പരിപൂർണമായും തിരക്കൊഴിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ്. ഇവിടെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ, പോലീസ് ഉദ്യോഗസ്ഥർ അടക്കം പറയുകയായിരുന്നു, ഒരുപക്ഷെ സർവീസിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഇത്രത്തോളം തിരക്ക് ഒഴിഞ്ഞു നിന്ന തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ഇത് പല കാരണങ്ങളുണ്ടാകാം. തീർച്ചയായിട്ടും 6 മാസത്തിന് ശേഷം വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അത് ലോക്സഭയിലേക്ക് ഒരു തെരഞ്ഞെടുപ്പ്. UDF ക്യാമ്പിൽ എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ അവർ പറയുന്നത് അവർക്ക് കിട്ടേണ്ട വോട്ട് കിട്ടി, LDFിൻ്റെ വോട്ടിലാണ് കുറവ് വന്നത് എന്ന്. LDF പറയുന്നു അവർക്ക് കിട്ടേണ്ട വോട്ടുകളൊക്കെ കിട്ടിയിട്ടുണ്ട്, UDFിലാണ് കുറവ് വന്നത്. BJPയും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. വോട്ട് എണ്ണിയാലേ ആർക്കാണ് ഇതിൻ്റെ ഒരു തട്ടുകേട് വന്നിട്ടുള്ളത് എന്നുള്ള കാര്യം വ്യക്തമാകും. പക്ഷേ ഒന്നുറപ്പാണ്, വയനാട്ടിലെ വോട്ടർമാർ ഒരു പൊതുവിലൊരു മടുപ്പ് അല്ലെങ്കിൽ ഒരു അകലം ഈ തെരഞ്ഞെടുപ്പിൽ കാട്ടി എന്നുള്ളതാണ് വസ്തുത. അത് തന്നെയാണ് അത് തിരുവമ്പാടിയിലും വണ്ടൂരിലും ഏറനാടും നിലമ്പൂരും മാനന്തവാടിയിലും കൽപ്പറ്റയിലും ബത്തേരിയിലും ഈ 7 ഒരുപോലെ പ്രകടമായത് ഒരേപോലുള്ള ഒരു മടുപ്പാണ് എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു അകലമാണെന്നുള്ളത് ഒരു വസ്തുതയാണ്. അപ്പോഴിനി എന്താകും തെരഞ്ഞെടുപ്പ് ഫലം എന്ന് തീർച്ചയായിട്ടും അറിയേണ്ടതുണ്ട്. മറ്റൊന്ന്, ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ബാംഗ്ലൂരിൽ നിന്ന്, ഹൈദരാബാദിൽ നിന്ന്, ഡൽഹിയിൽ നിന്ന്, പലയിടങ്ങളിൽ നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകളെ കൊണ്ടുവരാനുള്ള വലിയ ശ്രമവും മറ്റുണ്ടായിരുന്നു. അതുണ്ടായില്ല. ചില സ്ഥലങ്ങളിലെങ്കിലും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ LDF അടക്കം ഒരു അമാന്തം കാട്ടി. കൊട്ടിക്കലാശത്തിലടക്കം ഇപ്പോൾ ബത്തേരിയിലൊക്കെ തന്നെ LDFിൻ്റെ കൊട്ടിക്കലാശം പോലും ദുർബലമായി തുടങ്ങിയ വിമർശനവും മറ്റും ഒരു ഭാഗത്തുണ്ട്. അപ്പോൾ ആരാണ് ഉഴപ്പിയത്, ആരുടെ വോട്ടാണ് പോയത്, ആർക്കാണ് ഈ വോട്ടർമാരുടെ ഇക്കുറിയുള്ള ഈ ജനവിധിയിൽ കൂടുതൽ പരിക്ക് എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമാക്കേണ്ടതുണ്ട്. പൊതുവിൽ ഇപ്പോൾ നേരത്തെ ബിപിൻ പറഞ്ഞതുപോലെ തന്നെ വയനാട് ലോക്സഭാ മണ്ഡലം നിലവിൽ വന്ന ശേഷം അത് 2009 നിലവിൽ വന്നപ്പോൾ അത് 74, പിന്നീട് അത് 73 കുറയുന്നു. 2019 അത് 80 ആയിരുന്നു. ഏറ്റവും ഒടുവിൽ അത് വീണ്ടും 73 ആയിരുന്നു. ഇപ്പോഴത് ഏറെക്കുറെ 64-65 ഭാഗ്യമെന്നാണ് ബിപിൻ റിപ്പോർട്ട് ചെയ്യുന്ന സന്ദീപ്. KC ബിപിനിലേക്ക് ഒരിക്കൽ കൂടി തിരികെ വന്നാൽ, ബിപിൻ